ഡൽഹി മദ്യനയ അഴിമതി കേസിൽ AAP നേതാവ് സഞ്ജയ് സിംഗിന് ജാമ്യം. അറസ്റ്റിലായി 6 മാസത്തിന് ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത്. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ബി ബാലഗോപാലുണ്ട്. ബാലു, 6 മാസത്തിന് ശേഷമാണ് ആശ്വാസം സഞ്ജയ് സിംഗിന് ലഭിക്കുന്നത്. ജാമ്യം അനുവദിക്കുമ്പോൾ കോടതി മറ്റെന്തെങ്കിലും നിബന്ധനകളോ നിർദ്ദേശങ്ങളോ വെക്കുന്നുണ്ടോ? പ്രതീക്ഷ, ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാംഗവുമായ സഞ്ജയ് സിംഗിന് ഡൽഹി മദ്യനയ കേസിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അറസ്റ്റിലായ 6 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ സഞ്ജയ് സിംഗിന് ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നത്. ഈ സഞ്ജയ് സിംഗിന് ജാമ്യം നൽകുന്നതിന് എതിർപ്പില്ല എന്ന് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്നാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സഞ്ജയ് സിംഗ് ഈ കേസിൽ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ഇഡിയുടെ കേസ്. എന്നാൽ ഈ പണം കണ്ടെത്തിയതിന് ഇതുവരെയും യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇഡിക്ക് ലഭിച്ചിട്ടില്ല എന്ന് സഞ്ജയ് സിംഗിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം സുപ്രീം കോടതിയും നിരീക്ഷിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഈ കേസിലെ നേരത്തെ സഞ്ജയ് സിംഗിനെതിരെ മൊഴി നൽകിയിരുന്ന വ്യക്തി ആദ്യ മൊഴിയിൽ സഞ്ജയ് സിംഗിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യവും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. തുടർന്നാണ് സഞ്ജയ് സിംഗിന് ഈ കേസിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യ കാലയളവിൽ സഞ്ജയ് സിംഗിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ എതിർപ്പില്ല എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.